ഓക്കെ, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റീജിയോ സെലക്ടിവിറ്റി ഇൻ ദ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് ടു ആൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു റിയാക്ഷൻ പറഞ്ഞു നിർത്തിയിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. പ്രൊപ്പീൻ എന്ന് പറയുന്ന അൺസിമെട്രിക്കൽ ആൽക്കീൻ CH3 CH3CH double bond CH2. okay, CH double bond CH2. പ്രൊപ്പീൻ എന്ന് പറയുന്ന അൺസിമെട്രിക്കൽ ആൽക്കീൻ ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീൻ ആണെന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ബോണ്ടിന്റെ ഇരുവശവും നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടിന്റെ ഇരുവശവും ഡിഫറെന്റ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ആണ് അല്ലേ. അതുകൊണ്ട് ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. ഈ അൺസിമെട്രിക്കൽ ആൽക്കീനിനകത്തോട്ട് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യപ്പെടുന്നു. ഉദാഹരണത്തിന് HBr ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യപ്പെടുന്നു. ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയായിരിക്കും? രണ്ട് പ്രൊഡക്ട്സിനാണ് ഇവിടെ സാധ്യതയുള്ളത്. ഓക്കെ, ഒന്ന് ഹൈഡ്രജൻ Brന്റെ ഹൈഡ്രജൻ അതിൻ്റെ ഇവിടുത്തെ കാർബണാറ്റുകൾ ഞാൻ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ C1 2 3. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിലെ ഹൈഡ്രജൻ സെക്കൻഡ് കാർബൺ ആറ്റത്തിലും ബ്രോമിൻ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CS3 CH2 CH2Br. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അല്ലേ, CH2Br ഇതായിരിക്കും ഒരു പ്രോഡക്റ്റ്. ഇനി മറ്റൊരു പ്രൊഡക്റ്റ് കൂടി നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇവിടുത്തെ ഹൈഡ്രജൻ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലും ബ്രോമിൻ സെക്കൻഡ് കാർബൺ ആറ്റത്തിലും പോയി കഴിഞ്ഞാലുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CS3 CHBr CH3 അല്ലേ. ഇങ്ങനെ രണ്ട് പ്രൊഡക്റ്റുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഇവിടെ നോക്കുക, ഈ രണ്ട് പ്രൊഡക്റ്റുകളും വ്യത്യസ്തമായ പ്രൊഡക്റ്റുകളാണ്. ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഈസ് 1 bromopropene. ദിസ് ഈസ് 1 bromopropene. 1 bromopropene. Propane. 1 bromopropane. And second product is 2 bromopropane. 2 bromopropane. ഓക്കെ, ഇങ്ങനെ രണ്ട് പ്രോഡക്റ്റുകളാണ് നമുക്ക് കിട്ടുന്നത്. 1 bromopropane 2 bromopropane. ഇത് രണ്ടും വ്യത്യസ്ത പ്രൊഡക്റ്റുകളാണ്. കാരണം എന്താണ്? ഒരു അൺസിമെട്രിക്കൽ റിയേജന്റ് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്കാണ് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് രണ്ട് വ്യത്യസ്ത പ്രോഡക്റ്റുകൾ കിട്ടാം. ഓക്കെ, ഈ രണ്ട് വ്യത്യസ്ത പ്രോഡക്റ്റുകളിൽ ഒരെണ്ണം മേജർ പ്രൊഡക്റ്റും മറ്റൊന്ന് മൈനർ പ്രൊഡക്റ്റും ആയിരിക്കും. ഇതിനകത്ത് ഏതാണ് മേജർ പ്രൊഡക്റ്റ് എന്നറിയാമോ? അതുകൊണ്ട് ബ്രോമിൻ ആറ്റം ഈ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന 2 bromopropane ആണ് ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ്. സോ ദിസ് ഈസ് ദ മേജർ പ്രൊഡക്റ്റ്. ഇനി ബ്രോമിൻ ആറ്റം ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രൊഡക്റ്റ് മൈനർ പ്രൊഡക്റ്റുമാണ്. മൈനർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ പ്രൊഡക്റ്റ് വളരെ കുറച്ച് എമൗണ്ടിലേ ഫോം ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ടിലും ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു അൺസിമെട്രിക്കൽ റിയേജന്റ് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ആഡ് ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷൻ. അപ്പം നമുക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ HBr എന്ന് പറയുന്നത് ഒരു അൺസിമെട്രിക്കൽ റിയേജന്റ് ആണ്. ഈ HBrന്റെ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം HBr എന്ന് പറയുന്ന മോളിക്യൂൾ ഒരു പോളാർ മോളിക്യൂളാണ് അല്ലേ. അതുകൊണ്ട് ഹൈഡ്രജന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ബ്രോമിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജുമായിരിക്കും ഉണ്ടാകുക. അപ്പം ഇതിൻ്റെ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് HBrന്റെ നെഗറ്റീവ് പാർട്ട് ഏതാണ്? ആ ബ്രോമിനാണ് അതിൻ്റെ നെഗറ്റീവ് പാർട്ട്. അതുകൊണ്ട് ഇതൊരു ഇലക്ട്രോഫിലിക് അഡിഷന് വിധേയമാകുന്ന സമയത്ത് ഇതിന് ഒരു ഇലക്ട്രോഫിലിക് പാർട്ടും ഒരു ന്യൂക്ലിയോഫിലിക് പാർട്ടും ഉണ്ടായിരിക്കും അല്ലേ. അതായത് H+ എന്ന് പറയുന്ന ഒരു പാർട്ടും Br- എന്ന് പറയുന്ന ഒരു പാർട്ടുമുണ്ട് അല്ലേ.
ഇവിടുത്തെ H+ ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യും, Br- ന്യൂക്ലിയോഫൈലായിട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഏതാണ് ആഡ് ചെയ്യപ്പെടുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇലക്ട്രോഫൈലാണ് ആഡ് ചെയ്യപ്പെടുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ ന്യൂക്ലിയോഫൈലാണ് ആഡ് ചെയ്യപ്പെടുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഇവിടെ ഈ Br- എന്ന് പറയുന്നത് നെഗറ്റീവ് പാർട്ടാണ്. അതുകൊണ്ട് നമുക്കൊരു റൂളുണ്ട്. ഈ നെഗറ്റീവ് പാർട്ട് ഏത് കാർബൺ ആറ്റത്തിലേക്കാണ് ആഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു റൂളുണ്ട്. ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട് Br- ആണ്. ഈ Br- ഫസ്റ്റ് കാർബണിലേക്കാണോ അതോ സെക്കൻഡ് കാർബണിലേക്കാണോ ആഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു റൂളുണ്ട്. ഇവിടുത്തെ ഫസ്റ്റ് കാർബണും സെക്കൻഡ് കാർബണും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം? ഫസ്റ്റ് കാർബണിലാണെങ്കിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, സെക്കൻഡ് കാർബണിൽ 1 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ ആ കാർബണിലുള്ള ഹൈഡ്രജനുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 കാർബണുകളെയും തിരിച്ചറിയാം അല്ലേ? അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട് ഓഫ് ദിസ് അഡൻഡം എന്ന് പറയുന്നത് ആഡ് ചെയ്യപ്പെടുന്ന റിയേജന്റ് ആണ്. ഈ ആഡ് ചെയ്യപ്പെടുന്ന റിയേജന്റിന്റെ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം അഥവാ ഈ കേസിൽ Br- ഏത് കാർബൺ ആറ്റത്തിലേക്ക് പോകും? കൂടുതൽ ഹൈഡ്രജനുള്ള ഫസ്റ്റ് കാർബൺ ആറ്റത്തിലേക്ക് പോകുമോ അതോ കുറച്ച് ഹൈഡ്രജനുകളെ ക്യാരി ചെയ്യുന്ന സെക്കൻഡ് കാർബൺ ആറ്റത്തിലേക്ക് പോകുമോ? അതിനെ സംബന്ധിക്കുന്ന ഒരു റൂളുണ്ട്. ഓക്കെ, ആ റൂളിനെയാണ് നമ്മൾ മാർക്കോണിക്കോഫ്സ് റൂൾ എന്ന് വിളിക്കുന്നത്. മാർക്കോണിക്കോഫ്സ് റൂൾ എന്താണ്? മാർക്കോണിക്കോഫ്സ് റൂൾ എന്ന് നോക്കാം. When an unsymmetrical reagent adds to an unsymmetrical alkene, the negative part of the addendum adds to that carbon atom of the double bond which has minimum number of hydrogens. That's when an unsymmetrical reagent adds to an unsymmetrical alkene, the negative part of the addendum adds to that carbon atom of the double bond which has minimum number of hydrogens. നമ്മളുടെ കേസിൽ CS3 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്നതാണ് നമ്മളുടെ കേസിലെ ആൽക്കീൻ, അൺസിമെട്രിക്കൽ ആൽക്കീൻ. അപ്പം നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം എന്ന് പറയുന്നത് ഏതാണ്? ബ്രോമിനാണ് അല്ലേ? HBr എന്ന് പറയുന്നതാണ് നമ്മളുടെ അഡൻഡം അഥവാ ആഡിങ് റിയേജന്റ്. ഇതിനകത്ത് നെഗറ്റീവ് പാർട്ട് ബ്രോമിനാണ്. ഈ ബ്രോമിൻ എങ്ങോട്ട് ആഡ് ചെയ്യും എന്നാണ് ഈ റൂൾ പറയുന്നത്. നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം ആഡ്സ് ടു ദാറ്റ് കാർബൺ ആറ്റം ഓഫ് ദ ഡബിൾ ബോണ്ട് വിച്ച് ഹാസ് മിനിമം നമ്പർ ഓഫ് ഹൈഡ്രജൻസ്. ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്ന കാർബൺ ആറ്റങ്ങളിൽ ഏതിനാണോ മിനിമം നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളത് അതിനകത്തോട്ട് ആഡ് ചെയ്യും. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ 2 ഹൈഡ്രജൻ, ഇതിനകത്താണെന്നുണ്ടെങ്കിൽ 1 ഹൈഡ്രജൻ മാത്രം. അപ്പം മാർക്കോണിക്കോഫ്സ് റൂൾ അനുസരിച്ച് ബ്രോമിൻ ആഡ് ചെയ്യപ്പെടുന്നത് എവിടെയായിരിക്കും? അതെ, ഈ കാർബണിലായിരിക്കും. 1 ഹൈഡ്രജൻ മാത്രമുള്ള ഈ കാർബണിലേക്കായിരിക്കും ആഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? CH3 അല്ലേ, CH സിംഗിൾ ബോണ്ട് CH2. അതിനകത്ത് ബ്രോമിൻ എവിടെ വരും? അതെ, മിനിമം നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇരിക്കുന്ന ഈ കാർബൺ ആറ്റത്തിൽ വരും. അപ്പോൾ ഇവിടെയായിരിക്കും ബ്രോമിൻ വരുന്നത്. പോസിറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം അടുത്ത കാർബൺ ആറ്റത്തിൽ പോകും. ഇവിടെയായിരിക്കും H വരുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? CS3 CHBr CS3. ഇതായിരിക്കും നമ്മളുടെ മേജർ പ്രൊഡക്റ്റ്. മനസ്സിലായോ? അപ്പം നമ്മൾ കഴിഞ്ഞ സ്ലൈഡിലും എഴുതി കാണിച്ചത് തന്നെയാണ്. സി, ദിസ് ഈസ് ദ മേജർ പ്രൊഡക്റ്റ്. 2-bromopropane ഈസ് ദ മേജർ പ്രൊഡക്റ്റ് അല്ലേ? ഇപ്പം നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം ആഡ്സ് ടു ദാറ്റ് കാർബൺ വിച്ച് കണ്ടെയ്ൻസ് minimum number of hydrogen. This is called the Markovnikov's rule. So let us read the Markovnikov's rule once again. When an unsymmetrical reagent adds to an unsymmetrical alkene, the negative part of the addendum adds to that carbon atom of the double bond which has minimum number of hydrogens. Okay, നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്കോണിക്കോഫ്സ് റൂള് പരിചയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു തിയറട്ടിക്കൽ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. മാർക്കോണിക്കോഫ്സ് റൂളിൻ്റെ ഒരു തിയറട്ടിക്കൽ എക്സ്പ്ലനേഷനിലേക്കാണ് നമ്മൾ ഇനിയും പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റിയാക്ഷൻ്റെ മെക്കാനിസം നടക്കുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ തിയറട്ടിക്കൽ എക്സ്പ്ലനേഷനകത്തോട്ട് പോകാം. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടുത്തെ ആൽക്കീൻ എഴുതുകയാണ്. CS3 CH double bond CH2. See, this is our alkene അല്ലേ? അപ്പം ഈ ആൽക്കീനിലേക്ക് ആദ്യം എന്താ സംഭവിക്കുന്ന? ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷനാണ് ആദ്യം സംഭവിക്കുന്ന സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറ്റാക്ക് ഓഫ്
ദ ഇലക്ട്രോഫൈൽ ആണ്. ഇവിടുത്തെ ഇലക്ട്രോഫൈൽ ഏതാണ് നമ്മൾക്കറിയാം, HBr എന്ന് പറയുന്ന അൺസിമെട്രിക്കൽ റിയേജന്റിൽ നിന്ന് വരുന്ന ഇലക്ട്രോഫൈൽ ഏതാണ്, H+ ആണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ അല്ലേ. കാരണം ഇത് H+ ആയിട്ടും Br- ആയിട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. ഇതിൽ H+ ആണ് ഇലക്ട്രോഫൈൽ, Br- ന്യൂക്ലിയോഫൈൽ. അപ്പൊ ഇത് ഇലക്ട്രോഫൈൽ അല്ലേ, ഇത് ന്യൂക്ലിയോഫൈൽ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ H+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ എങ്ങനെയാണ് ഈ കാർബൺ ആറ്റത്തിലേക്ക്, ഈ ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ അറ്റാക്ക് ഓഫ് ദ ഇലക്ട്രോഫൈൽ. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അറ്റാക്ക് ഓഫ് ഇലക്ട്രോഫൈൽ H+. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എങ്ങനെയാണ് H+ ആഡ് ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കാം. സി, നമ്മുടെ H+ ഇവിടെയുണ്ട്. ഇതാണ് H+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ. ഈ H+ ആണ് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു അല്ലേ, ഈ കാർബൺ ആറ്റത്തിൽ നിന്നുള്ള ഇലക്ട്രോൺ പെയർ H+ലേക്ക് വരുന്നു. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും അല്ലേ. ഏതായിരിക്കും നമ്മളുടെ ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? ദ പ്രൊഡക്റ്റ് വിൽ ബി CH3 CH, then single bond CH2H അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് CH3 എന്നിവ. ഈ കാർബൺ ആറ്റത്തിൽ ഒരു ഹൈഡ്രജനും കൂടി വരുന്നു. അപ്പോൾ അതെന്തായിട്ട് മാറും, CH3 ആയിട്ട് മാറും. പക്ഷേ ഈ കാർബൺ ആറ്റത്തിലോ, നടുക്കത്തെ കാർബൺ ആറ്റത്തിൽ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടുന്നു അല്ലേ. ഇതൊരു പോസിറ്റീവ് കാർബൺ ആറ്റമായിട്ട് മാറും. അപ്പൊ ഇവിടെ കാർബൺ ആറ്റങ്ങളെ ഞാനൊന്ന് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ, ദിസ് ഈസ് കാർബൺ ആറ്റം carbon 1. See, this is carbon 1, this is carbon 2, and this one is carbon 3. ഓക്കെ, പിന്നെ 3 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത്. ഇതിനകത്ത് ഇപ്പം H+ അറ്റാക്ക് ചെയ്ത് എവിടെയാണ്, ഫസ്റ്റ് കാർബൺ ആറ്റത്തിലാണ് H+ന്റെ അറ്റാക്ക് നടന്നത്. അതായത് അറ്റാക്ക് ഓഫ് ദ H+ അറ്റ് C1 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലെ. ഫസ്റ്റ് കാർബൺ ആറ്റത്തിലാണ് അറ്റാക്ക് ചെയ്തത്, അറ്റ് C1. ഇതാണ് ഒരു സ്റ്റെപ്പ്. ഇനി വേറൊരു രീതിയിലും കൂടെ ഇത് നടക്കാം. അറ്റാക്ക് ഓഫ് H+ അറ്റ് C2. ഇതും സംഭവിക്കാം അല്ലേ. C2-ൽ വേണമെങ്കിലും ഇതിനെ അറ്റാക്ക് ചെയ്യാം. കാരണം C2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കാർബണും ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാക്കുന്ന കാർബണാണ്. അതുകൊണ്ട് അവിടെ വേണമെങ്കിലും അതിനെ അറ്റാക്ക് ചെയ്യാം. എങ്ങനെയാണ് C2-ൽ അറ്റാക്ക് ചെയ്ത എന്താ അവസ്ഥയെ നമുക്ക് നോക്കാം. CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH2 അല്ലേ. ഇതിനകത്തെ കാർബൺ ആറ്റങ്ങൾ 1, 2, 3. ഇവിടെ H+ C2-ൽ അറ്റാക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിക്കുക. ഓക്കെ, H+ ഈസ് അറ്റാക്കിംഗ് ഓൺ C2. അപ്പോൾ H+ ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ. H+ C2-ലാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? the bond pi bond breaks and the electrophile is attacking C2. ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഇലക്ട്രോൺ പെയർ C2-ലാണ് H+ലോട്ട് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? The product will be CH3 CH2 അല്ലേ. സെക്കൻഡ് കാർബൺ ആറ്റത്തിലേക്കാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുന്നത്. ദെൻ സിംഗിൾ ബോണ്ട് CH2+. ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്. അപ്പം നമുക്ക് നോക്കുക, 2 കാർബോകാറ്റയോണുകളാണ് 2 കേസിലും ഫോം ചെയ്യുന്നത്. എവിടെയാണോ H+ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ച് 2 കാർബോകാറ്റയോണുകളാണ് ഫോം ചെയ്യുന്നത്. ഇതിനകത്ത് C1-ലാണ് H+ അറ്റാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫോം ചെയ്യുന്ന കാർബോകാറ്റയോൺ ഏതായിരിക്കും? ദിസ് ഈസ് ദ കാർബോകാറ്റയോൺ, അല്ലേ. ഈ കാർബോകാറ്റയോൺ ആണ് ഫോം ചെയ്യുന്നത്. ഈ കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ് അല്ലേ. സെക്കൻഡറി കാർബോകാറ്റയോൺ. സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. എന്നാൽ രണ്ടാമത്തെ കേസ്, അതായത് C2-ലാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന കാർബോകാറ്റയോൺ ഒരു പ്രൈമറി കാർബോകാറ്റയോൺ ആണ് അല്ലേ. അപ്പം എവിടെയാണ് ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ച്
രണ്ട് കാർബോകാറ്റയോൺസ് ആണ് ഫോം ചെയ്യാൻ സാധ്യതയുള്ളത്. ഒരെണ്ണം സെക്കൻഡറി കാർബോകാറ്റയോണും മറ്റൊന്ന് പ്രൈമറി കാർബോകാറ്റയോൺ. ഇതിനകത്ത് ഏതാണ് കൂടുതൽ സ്റ്റേബിൾ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡറി കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി കാർബോകാറ്റയോൺ. സോ ദിസ് ഈസ് മോർ സ്റ്റേബിൾ ആൻഡ് ദിസ് വൺ ഈസ് ലെസ് സ്റ്റേബിൾ അല്ലേ? ഇത് ലെസ് സ്റ്റേബിൾ ആണ്. ഇപ്പൊ സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഈ റിയാക്ഷനകത്ത് H+ എവിടെ അറ്റാക്ക് ചെയ്യാനാണ് സാധ്യതയുള്ളത്? C1-ലാണോ C2-ലാണോ? മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്ന എവിടെയാണോ അവിടെയാണ് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പം എവിടെ അറ്റാക്ക് ചെയ്യണം? C1-ലായിരിക്കണം അത് അറ്റാക്ക് ചെയ്യേണ്ടത് അല്ലേ? ഇവിടെ അറ്റാക്ക് ചെയ്യണം C1-ൽ. ഇപ്പൊ C1-ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഹൈഡ്രജൻ ആറ്റമുള്ള കാർബൺ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡെൻഡം അഥവാ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതെങ്ങോട്ട് പോകും? ഈ C1-ൽ അറ്റാക്ക് ചെയ്തതിന് ശേഷം ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് C2-ലായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് എഴുതി നോക്കാം. ന്യൂക്ലിയോഫൈലിന്റെ അറ്റാക്ക് ഓഫ് Br- അല്ലേ? Br- അറ്റാക്ക് ഓഫ് ന്യൂക്ലിയോഫൈൽ. ന്യൂക്ലിയോഫൈൽ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ എടുക്കാം. അതാണ് കൂടുതൽ ഫോം ചെയ്യുന്നത്. രണ്ടാമത്തെ കാർബോകാറ്റയോൺ വളരെ കുറച്ചേ ഫോം ചെയ്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാർബോകാറ്റയോൺ എടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ന്യൂക്ലിയോഫൈലിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിക്കാം അല്ലേ? CH3 CH+, this is our more stable carbocation. അപ്പോൾ ഇതിനകത്തോട്ടായിരിക്കും നമ്മളുടെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത്. ന്യൂക്ലിയോഫൈൽ ആരാണ്? Br- അല്ലേ? Br- ഈസ് എ ന്യൂക്ലിയോഫൈൽ. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ് Br-. അപ്പോൾ ഈ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് എവിടെയായിരിക്കും? നമ്മളുടെ CH+ എന്ന് പറയുന്ന പോസിറ്റീവ് സെന്ററിലേക്കായിരിക്കും. ഇങ്ങോട്ടായിരിക്കും, ഈ കാർബൺ സെന്ററിലേക്കായിരിക്കും Br- അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? We will get, say this one, CH3 CHBr then CH3. This will be our product. മനസ്സിലായോ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ മാർക്കോണിക്കോഫ്സ് പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. മാർക്കോണിക്കോഫ്സ് പ്രൊഡക്റ്റ്, അതായത് മാർക്കോണിക്കോഫ്സ് റൂൾ ഒബേ ചെയ്ത് ഉണ്ടാകുന്ന പ്രോഡക്റ്റ്. മാർക്കോണിക്കോഫ്സ് പ്രോഡക്റ്റ്. മാർക്കോണിക്കോഫ്സ് റൂൾ ഒബേ ചെയ്ത് ഉണ്ടാകുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മാർക്കോണിക്കോഫ്സ് പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മാർക്കോണിക്കോഫ്സ് റൂൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ എന്തുകൊണ്ടാണ് മാർക്കോണിക്കോഫ്സ് റൂൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി കാണും അല്ലേ? അതായത് മാർക്കോണിക്കോഫ്സ് റൂൾ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ മീൻസ് തിയറട്ടിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ദ മാർക്കോണിക്കോഫ് റൂൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അതിന്റെ മെക്കാനിസം പരിശോധിച്ചാൽ മതി. മാർക്കോണിക്കോഫ്സ് റൂളിന്റെ തിയറട്ടിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, എന്താണ് തിയറട്ടിക്കൽ എക്സ്പ്ലനേഷൻ? ഹൈഡ്രജൻ അല്ലെങ്കിൽ H+ ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് ഏത് കാർബൺ ആറ്റത്തിലാണോ, എവിടെയാണ്, എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? ഏത് കാർബൺ ആറ്റത്തിൽ അറ്റാക്ക് ചെയ്യുമ്പോഴാണോ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ കിട്ടുന്നത്, ആ രീതിയിലായിരിക്കും ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പം സെക്കൻഡ് സ്റ്റെപ്പിൽ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത്, അതായത് Br- ആണ് ന്യൂക്ലിയോഫൈൽ. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ എവിടെയാണോ ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളത്, ഈ കേസിൽ അവിടെയാണ് ബ്രോമിൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ മാർക്കോണിക്കോഫ്സ് റൂൾ ജനറലൈസ് ചെയ്ത് പറയാം. അപ്പോൾ എങ്ങനെയായിരിക്കും മാർക്കോണിക്കോഫ്സ് റൂൾ ജനറലൈസ് ചെയ്യാൻ ഒക്കുന്നത്? വെൻ ആൻ അൺസിമെട്രിക്കൽ റിയേജന്റ് ഈസ് ആഡഡ് ടു ആൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ, the attack of the electrophile occurs on the carbon atom of the double bond, which results in the formation of a more stable carbocation. നമ്മളിപ്പം കണ്ട കാര്യമാണ്. When an unsymmetrical reagent is added to an unsymmetrical alkene, attack of the electrophile occurs on that carbon of the double bond, which results in the formation of a more stable carbocation. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു റിയാക്ഷൻ പരിശോധിക്കാം. ആ റിയാക്ഷനിലെ മേജർ പ്രൊഡക്റ്റ് ഏതാണെന്ന് നിങ്ങളൊന്ന് പറയുക. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ ഒരു റിയാക്ഷൻ പരിശോധിക്കുകയാണ്. CH2 ഡബിൾ ബോണ്ട് CHCl പ്ലസ് HCl.
വാട്ട് ഈസ് ദ മേജർ പ്രൊഡക്റ്റ് ഇൻ ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷനിലെ മേജർ പ്രൊഡക്റ്റ് ഏതായിരിക്കും? ഓക്കെ, ഈ റിയാക്ഷനിലെ മേജർ പ്രൊഡക്റ്റ് ഏതായിരിക്കും? നമുക്ക് രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. അതായത് നെഗറ്റീവ് പാർട്ട് ഓഫ് ദ ആറ്റം ഈ Cl, ക്ലോറിൻ ഒന്നുകിൽ ഇവിടെ പോവുക അല്ലെങ്കിൽ ഇവിടെ പോവുക. അത് എവിടെയായിരിക്കും ക്ലോറിൻ പോകുന്നതെന്ന് നോക്കാം. രണ്ട് പോസിബിലിറ്റി ആണുള്ളത് അല്ലേ? അപ്പോൾ CH2Cl ഇവിടെയാണ് പോകുന്നതെന്ന് CH2Cl CH2Cn എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു പോസിബിലിറ്റി എന്താണ്? ക്ലോറിൻ ഈ കാർബണാറ്റത്തിലേക്ക് പോവുക അല്ലേ? അതായത് മിഡിൽ കാർബണാറ്റത്തിലേക്ക് പോവുക. അതായത് നമുക്കുണ്ടാകുന്ന പ്രോഡക്റ്റ് അന്നേരം എന്തായിരിക്കും? CH3 സിംഗിൾ ബോണ്ട് CHCN then not CN, Cl okay, Cl then we have Cn here. okay, ഇങ്ങനെ രണ്ട് പ്രൊഡക്റ്റിന്റെ പോസിബിലിറ്റി ആണുള്ളത്. ഇതിനകത്ത് ഏതായിരിക്കും മേജർ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. ഇപ്പൊ ഈ കേസിലെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സി, ദിസ് വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ്. ദ ഫസ്റ്റ് വൺ വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ്. ദിസ് വൺ, ഇതായിരിക്കും ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ്. ഇപ്പൊ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം പോയത് എങ്ങോട്ടാണ് നോക്കേ? ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളിടത്തോട്ടല്ല നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം പോയത് അല്ലേ? ഇവിടെ രണ്ട് കാർബണാറ്റാണ്, ഇതിനകത്ത് ഒരു ഹൈഡ്രജനും ഇവിടെ രണ്ട് ഹൈഡ്രജനും. നമ്മൾ നോർമൽ മാർക്കോണിക് റൂളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റമുള്ള ഈ കാർബണിലേക്ക് പോകും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അങ്ങോട്ടല്ല പോയത്, മറിച്ച് എങ്ങോട്ടാണ് പോയത്? അതുകൊണ്ട് ഈ കാർബണാറ്റത്തിലേക്ക്, കൂടുതൽ നമ്പർ ഹൈഡ്രജൻ ഉള്ള ഈ കാർബണാറ്റത്തിലേക്കാണ് പോയത്. ഇവിടെ നമ്മൾ ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത്? ജനറലൈസ്ഡ് മാർക്കോണിക് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സി, നമുക്ക് ഈ റിയാക്ഷന്റെ മെക്കാനിസം ഒന്ന് പരിശോധിച്ച് നോക്കാം. See, this is our alkene CH2 double bond CHCN. okay, ഇവിടെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് H+ ആണ്. ഇപ്പൊ H+ എങ്ങനെയാണ് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഈ കേസിലാണ് ഇങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, see, if the attack is happening in this way, ഇങ്ങനെയാണ് H+ അറ്റാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഇതായിരിക്കും CH3 CH+ അല്ലേ, CN. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. നമ്മൾക്ക് ഇതിനെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാർബോകാറ്റീവ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന സ്പീഷീസ് കാർബോകാറ്റീവ്, ഇതിനെ 1 എന്ന് ഞാൻ വിളിക്കുകയാണ്. നേരെ മറിച്ച് H+ അറ്റാക്ക് ചെയ്യുന്നത് മിഡിൽ കാർബണാറ്റത്തിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? CH2 ഡബിൾ ബോണ്ട് CHCN H+ ഈസ് അറ്റാക്കിംഗ് ദ മിഡിൽ കാർബൺ. ഓക്കെ, H+ ഇവിടെയാണ് അറ്റാക്ക് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്? ഇങ്ങനെയായിരിക്കും അല്ലേ? ഇങ്ങനെയായിരിക്കും അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? CH2 then ഇവിടെ പോസിറ്റീവ് ചാർജ് അല്ലേ, then സിംഗിൾ ബോണ്ട് CH2CN, ഇതിനെ ഞാൻ 2 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ഈ ഫസ്റ്റ് കാർബോകാറ്റോണും സെക്കൻഡ് കാർബോകാറ്റോണും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ രണ്ട് കേസിലും ഒരു CN ഗ്രൂപ്പിലിപ്പുണ്ട് അല്ലേ? CN, അതിന്റെ പ്രത്യേകത എന്താ? ഇതൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഓക്കെ, ഇത് കാണിക്കുന്നത് ഇലക്ട്രോൺ അതിൻ്റെ അടുത്തേക്ക് പിടിച്ചടിപ്പിക്കുന്നുവെന്നാണ്. ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്ന ഗ്രൂപ്പാണ്. ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ പ്രത്യേകത, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കാർബോകാറ്റയോണിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യും. ഒന്നാമത്തെ സ്ട്രക്ചർ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇരിക്കുന്നത് ഒരു പോസിറ്റീവ് കാർബണാറ്റത്തിലാണ്. പോസിറ്റീവ് കാർബണാറ്റം അതിന്റെ പോസിറ്റീവ് ചാർജ് മൂലം ഓൾറെഡി അൺസ്റ്റേബിൾ ആണ്. ആ പോസിറ്റീവ് ചാർജിനെ വീണ്ടും കൂട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ CN ഗ്രൂപ്പ് ഇരിക്കുന്നത് അല്ലേ? കാരണം CN ഗ്രൂപ്പ് ഇലക്ട്രോണിനെ പിന്നെയും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് പിന്നെയും കൂടുകയാണ്, കൂടുതൽ ചാർജ് ലോക്കലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ സ്റ്റെബിലിറ്റി കുറയും. എന്നാൽ രണ്ടാമത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എഫക്റ്റ് വളരെ കുറവാണ്. കാരണം പോസിറ്റീവ് കാർബൺ ഇരിക്കുന്നത് ഇവിടുത്തെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൽ നിന്ന് അകലെയാണ്. അപ്പം സെക്കൻഡ് സ്ട്രക്ചറിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുറവാണ്.
അപ്പോൾ ഏതായിരിക്കും കൂടുതൽ ഫോം ചെയ്യുന്നത്? ഫോർമേഷൻ ഓഫ് 2 ഈസ് മോർ ഫേവറബിൾ അല്ലേ? രണ്ടാമത്തേതാണ് മോർ ഫേവറബിൾ ആയിട്ടുള്ള ഫോർമേഷൻ. ഏത് കാർബോകാറ്റോൺ ഫോം ചെയ്തത്? സെക്കൻഡ് കാർബോകാറ്റോൺ വിൽ ബി ഫോംഡ് മോർ ഫേവറബിളി. അപ്പോൾ ഇതിനകത്തു നിന്നാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അന്നേരം ഡിറൈവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. CH2 പ്ലസ് CH2CN അല്ലേ? ഇതിനകത്തോട്ടാണ് നമ്മുടെ ന്യൂക്ലിയോ ഫൈലായിട്ടുള്ള ആര് Cl മൈനസ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ Cl മൈനസ് എവിടെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്? ഇവിടെ ആയിരിക്കും. ഇവിടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? CH2Cl അല്ലേ? CH2CN അല്ലേ? ഇതായിരിക്കും നമ്മുടെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ കേസിൽ നമ്മൾ ജനറലൈസ്ഡ് മാർക്കോണിക്കോപ്സ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.